ദിലീപിനെ നായകനാക്കി ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഭ ഭ ഭ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഇന്നലെയാണ് കോയമ്പത്തൂരിൽ ഷൂട്ടിംഗ് ആരംഭിച്ചത്. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വിനീത് ശ്രീനിവാസനോടൊപ്പം പ്രധാന സംവിധാന സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് ധനഞ്ജയുടെ സ്വതന്ത്ര സംവിധാന രംഗത്തേക്കുള്ള കടന്നുവരവ്. മാസ് ഫൺ ആക്ഷൻ അഡ്വഞ്ചർ മാഡ്നസ് ജോണറിലുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് സൂചനകൾ. വലിയ മുതൽ മുടക്കിൽ വിശാലമായ ക്യാൻവാസിലാണ് ഈ ചുരുക്കുന്ന ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അവതരിപ്പിക്കുന്നു. ഇത്തരത്തിലൊരു കൗതുകകരമായ ഒരു കോമ്പിനേഷൻ മലയാളത്തിൽ ഇതാദ്യമാണ് എന്നതും ശ്രദ്ധേയമാണ്. സിദ്ധാർത്ഥ് ഭരതൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ്, അശോകൻ, സലീം കുമാർ, ജി സുരേഷ് കുമാർ, ബിജു പപ്പൻ, ദേവൻ, റെഡിൻ കിങ്സ്ലി, സാൻഡി മാസ്റ്റർ, ശരണ്യ പൊൻവർണ്ണൻ, നൂരിൻ ഷെറീഫ്, ധനശ്രീ, ലങ്കാലക്ഷ്മി, വിജയ് മേനോൻ, നോബി, റിയാസ് ഖാൻ, സെന്തിൽ കൃഷ്ണ, കോട്ടയം രമേശ്, ഷമീർ ഖാൻ, ഷിൻസ് തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. യുവതാര ദമ്പതിമാരായ ഫഹീം സഫറും നടി നൂറിൻ ഷെരീഫുമാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. കൈതപ്രം, വിനായക് ശശികുമാർ, മനു മഞ്ജിത്ത് എന്നിവരുടെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഛായാഗ്രഹണം അരുൺ മോഹനും എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമും കലാസംവിധാനം നിമേഷ് താനൂരുമാണ് കൈകാര്യം ചെയ്യുന്നത്. കോയമ്പത്തൂർ, പൊള്ളാച്ചി, പാലക്കാട് എന്നിവിടങ്ങളിലായി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും. അതേസമയം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് താക്കീതുമായി ഗോകുലം മൂവീസും രംഗത്തെത്തിയിരുന്നു. ചിത്രത്തിന്റെ കഥ തെറ്റായി പ്രചരിപ്പിച്ചതിനാണ് ഗോകുലം മൂവീസ് താക്കീത് നൽകിയത്. ചിത്രത്തിൽ ദിലീപ് വ്യാജ ജ്യോതിഷനായി എത്തുന്നു എന്ന രീതിയിലായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചത്. ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ ഗോകുലം മൂവീസ്. ദിലീപ് ഒരു വ്യാജ ജ്യോതിഷനായാണ് എത്തുന്നതെന്ന രീതിയിലെ വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമുള്ള പോസ്റ്ററാണ് ഗോകുലം മൂവീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റർ പങ്കുവച്ചത്. പോസ്റ്ററിൽ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ആവേശത്തിലാണ്. പക്ഷെ ഞങ്ങളുടെ കഥ ഇങ്ങനെയല്ല, നിങ്ങളുടെ സമയത്തിനും നിങ്ങൾക്കും നന്ദി അറിയിക്കുന്നു, ഇത് വ്യാജമാണെന്നാണ് കുറിച്ചിട്ടുള്ളത്. വളരെ വർഷങ്ങളായി ദിലീപ് വ്യത്യസ്തത നിറഞ്ഞ വേഷങ്ങൾ ചെയ്യുന്ന നടനാണ്. നായകനായി തിളങ്ങി നിൽക്കുന്ന സമയം കുഞ്ഞിക്കൂടിനും ജോക്കറും ചക്രമുത്തും പച്ചക്കുതിരയും പോലെ മുഖ്യധാരയിൽ അധികമാരും കൈവെക്കാത്ത വേഷങ്ങളാണ് ദിലീപ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യാജ ജോത്സ്യന്റെ വേഷമാണ് ദിലീപ് ചെയ്യുന്നത് എന്ന് ഓൺലൈൻ പ്രചാരണം സജീവമായത്. അതേസമയം കഴിഞ്ഞ കുറച്ചു കാലമായി ദിലീപ് എന്ന നടന് ബോക്സ് ഓഫീസിൽ വലിയ വിജയം സമ്മാനിച്ച ചിത്രങ്ങളൊന്നുമില്ല. അവസാനമായി ഇറങ്ങിയ സിനിമകളിൽ ചിലത് OTT-യിലെത്താനുള്ള കാത്തിരിപ്പ് തുടരുകയുമാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനും ഈ ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ പവി കെയർടേക്കറാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ. ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ കെയർടേക്കറുടെ വേഷമാണ് ദിലീപ് ഇതിൽ അവതരിപ്പിച്ചത്. 5 പുതിയ നായികമാരെ ഈ ചിത്രം പരിചയപ്പെടുത്തിയിരുന്നു. എങ്കിൽ കൂടിയും ചിത്രം പരാജയമായിരുന്നു.